ട്രേഡേഴ്സ് വെൽക്കം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. നിങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ലേണിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവിൽ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗിനേഴ്സ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് പറ്റുന്നത് അവർ നല്ല ട്രേഡ് എടുക്കാത്തത് കൊണ്ടല്ല, പക്ഷേ അതിനേക്കാളും ഒരുപാട് മോശം ട്രേഡ്സ് എടുത്ത് ഈ നല്ല ട്രേഡ്സിൻ്റെ എഫക്റ്റും കൂടെ കളയുന്നത് കൊണ്ടാണ്. അപ്പോൾ അന്ന് ഞാൻ ഈ കാര്യങ്ങളിങ്ങനെ ജസ്റ്റ് എയറിൽ കാണിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല പല ആൾക്കാർക്കും. അതിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഈ ഒരു വീഡിയോ ചെയ്യാം. നമ്മളുടെ അനൗൺസ്മെൻറ്റും ഇതിൻ്റെ കൂടെ തന്നെ നടത്താം. പക്ഷേ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് ഈ മൂവിങ് ആവറേജ് വെച്ച് എങ്ങനെയാണ് ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നും, ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനേക്കാളും നമ്മുടെ ഒരു ട്രേഡിംഗ് സിസ്റ്റം അല്ല പറയുന്നത്. നമ്മളിവിടെ പറയുന്നത് ഒരു ട്രേഡ് എടുക്കുമ്പോൾ എന്ത് നോക്കി ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് എടുക്കുക എന്നാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ട്രേഡ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അത് എടുക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബാഡ് ട്രേഡ്സ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ബാഡ് ട്രേഡ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഗുഡ് ട്രേഡ്സിൻ്റെ എഫക്റ്റ് അവിടെ ഉണ്ടാവും. നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് 1:2 അല്ലെങ്കിൽ അതുപോലെയുള്ള പല സിസ്റ്റം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ എല്ലാവരും ട്രേഡേഴ്സ് ഹെഡ് സ്റ്റാർട്ടിലെ ഗ്യാപ്പ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നവരായിരിക്കണമെന്നില്ല. പലതരത്തിലുള്ള മെത്തേഡ്സ്, CPR അല്ലെങ്കിൽ മൂവിങ് ആവറേജ്, MACD, RSI, ഇങ്ങനെയൊക്കെയുള്ള മെത്തേഡ്സ് ഉണ്ട്. ഒരു മെത്തേഡും റോങ് അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മളതിനെ എത്രത്തോളം നമ്മളുടേതാക്കി മാറ്റുന്നു എന്നതാണ്. പക്ഷേ ഈ ഒരു കാര്യം ഇത് ബേസിക്കാണ്. പക്ഷേ ഇത് ബേസിക് എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ബേസിക്കിനേക്കാളും താഴെയാണ്. പക്ഷേ കുഴപ്പം എന്താ, ഞാൻ പറയുന്നുണ്ട്, ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് മോസ്റ്റ് ആൾക്കാർക്കും ഇല്ലാത്തത്. ഇത് ബേസിക്കല്ലി ഇതെന്തിനാണ് നോക്കുന്നത് എന്ന് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ്, അതിനേക്കാളും കോംപ്ലിക്കേറ്റഡ്, അതിൻ്റെ മുകളിൽ കോംപ്ലിക്കേറ്റഡ്, ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കി പോകാനാണ് ട്രേഡേഴ്സിന് താല്പര്യം. അല്ലെങ്കിൽ പല ആൾക്കാരും നിങ്ങളുടെ മുമ്പിലേക്ക് പുഷ് ചെയ്യുന്നതും കോംപ്ലിക്കേഷൻസ് ആണ്. സിമ്പിൾ തിങ്സ് വർക്ക്സ് ബെറ്റർ എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു വേറെ ഏത് സ്ഥലത്തേക്കാളും ട്രേഡിങ്ങിലാണ് ഇത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ. പക്ഷേ ഈ പറയുന്നത് നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു 90-10% എന്ന് പറയാറുണ്ടല്ലോ. എനിക്ക് ഉറപ്പുണ്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഈ 90-10 എന്നുള്ള കാറ്റഗറിയേക്കാളും ഒരു 50-50 ഉള്ള കാറ്റഗറിയിലേക്ക് ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടാവും. കാരണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെയുള്ള കാര്യങ്ങളാണ്. ലോസ് ആവാതിരിക്കാൻ, പിന്നെ സ്ലോലി പ്രോഫിറ്റിലേക്ക് പോകാൻ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ട്രേഡിംഗ് സിസ്റ്റം അല്ല ഞാൻ പറയുന്നത്. എവിടെ എൻട്രി എടുക്കണമെന്നോ എവിടെ എക്സിറ്റ് ചെയ്യണമെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ലോങ് ട്രേഡ് മാത്രം എടുക്കുക, അതുപോലെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഷോർട്ട് ട്രേഡ് മാത്രം എടുക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം ആ ഒരു മിനിമം റൂൾ, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ റൂൾ നിങ്ങൾ അപ്ലൈ ചെയ്താൽ തന്നെ, ഇതിപ്പോൾ ഞാൻ പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടി മാത്രം നിങ്ങൾ വിചാരിക്കേണ്ട. പല ആൾക്കാരുണ്ടാവും, ഒരുപാട് കാലമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവരായിരിക്കും, പക്ഷേ ഇതുവരെ ഒരു സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ലോസ്, ചിലപ്പം പ്രോഫിറ്റ്, ഇങ്ങനെ പോകുന്നവരായിരിക്കും, ഒപ്പിച്ച് പോകുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ഒരു സിമ്പിൾ കാര്യം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ കാണുന്ന സ്ക്രീനിൽ ഫയേഴ്സിൻ്റെ ചാർട്ടാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഫയേഴ്സിൻ്റെ ചാർട്ട് തന്നെ യൂസ് ചെയ്യുക. വളരെ നല്ല ചാർട്ട്സാണ്. സോ ട്രേഡിംഗ് വ്യൂ പേയ്മെൻറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റാത്തവരെ സംബന്ധിച്ച് ഇതിൽ നല്ലൊരു ആൾട്ടർനേറ്റീവ് ഇല്ല, ദർ ഇസ് നോ ഡൗട്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എങ്ങനെയാണിത് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മൂവിങ് ആവറേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പൊതുവേ മൂവിങ് ആവറേജ് സിമ്പിളും അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യലും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എക്സ്പൊണൻഷ്യലാണ്. അത് സിമ്പിൾ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. 2 പ്രാവശ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 മൂവിങ് ആവറേജ് ഇവിടെ വരും. അപ്പോൾ നമ്മൾ അതിലൊന്ന് 20 മൂവിങ് ആവറേജ് എന്നുള്ള 20 ആവറേജിലേക്ക് കൊണ്ടുവരും. പിന്നെ രണ്ടാമത്തെ നമ്മൾ കൊണ്ടുവരുന്നത് 200 ആണ്. ഈ 2 മൂവിങ് ആവറേജ് നിങ്ങൾ എപ്പോഴും ഇറസ്പെക്റ്റീവ് ഓഫ് ചാർട്ട് പ്ലോട്ട് ചെയ്തിടുക, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടൈം ഫ്രെയിം. നമ്മളിവിടെ കാണുന്ന ഈ ഒരു 20 മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണോ അത് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ മൂവിങ് ആവറേജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ചെയ്യുന്നത് ലാസ്റ്റ് 20 ക്യാൻഡിൽസിൻ്റെ വാല്യൂ ആണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ 200 മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്, 20 മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഈ പോയിന്റിൽ, അറ്റ് ദിസ് പോയിന്റ് നമ്മൾ ഈ കാണുന്ന വാല്യൂ എന്ന് പറയുന്നത് ലാസ്റ്റ് 200 ക്യാൻഡിൽസിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ആണ്. അതിനെയാണ് നമ്മൾ 200 മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ 20ഉം 200ഉം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് കാൽക്കുലേഷൻസ് സിമ്പിളാണ്, അതിലേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. നമ്മളിവിടെ ഇത്രയും ചെയ്യുന്നുള്ളൂ, ഇതെങ്ങനെ നമുക്ക് എഫക്റ്റീവായി യൂസ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. 20 സ്ലോപ്പിംഗ് മുകളിലേക്ക് സ്ലോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, 200 മുകളിലേക്ക് സ്ലോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ മുകളിലാണ് പ്രൈസ് ക്യാൻഡിൽ എങ്കിൽ
നമ്മൾ ലോങ് മാത്രമേ പ്ലാൻ ചെയ്യൂ എന്നാണ് പറഞ്ഞത്, ഷോർട്ട് പ്ലാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു ഡെഡ് സിമ്പിൾ ബേസിക് ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റി 50യുടെ ഒരു ഡെയിലി ചാർട്ടാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം എല്ലാ ടൈം ഫ്രെയിമിലും സെയിം കൺസെപ്റ്റിൽ സെയിം ലോജിക്കിൽ അപ്ലിക്കബിൾ ആണ്, അത് ഓർക്കുക. അപ്പോൾ നമുക്ക് വേറെയും ചാർട്ട്സും കാര്യങ്ങളും നോക്കാം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആക്കുകയാണ്. ഈ ഒരു ദിവസം നമ്മൾ മാർക്കറ്റിലേക്ക് പോവുകയാണ് എങ്കിൽ, അത് ഇതിൻ്റെ ഇപ്പുറത്തേക്കുള്ള ചാർട്ട് ഇല്ല എന്ന് വിചാരിച്ചോളൂ, ഈ ഒരു ഏരിയയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ അധികം ആലോചിക്കേണ്ട കാര്യമില്ല. മാർക്കറ്റ് മൂവിങ് ആവറേജ് ലൈറ്റ്ലി സ്ലോപ്പിംഗ് അപ്പാണ്, 200 സ്ലോപ്പിംഗ് അപ്പാണ്. ഇവിടെ നിങ്ങളുടെ സ്ട്രാറ്റജി എന്തും ആയിക്കോട്ടെ, നിങ്ങൾ പലതരത്തിലുള്ള ട്രേഡ് എടുക്കുന്നവരായിരിക്കാം, പക്ഷേ ഇവിടെ നിങ്ങളൊരു ഷോർട്ട് ട്രേഡ് എടുക്കാതിരിക്കുക. മാർക്കറ്റ് ഷോർട്ട് പോകുന്ന ദിവസം ഉണ്ടാവും, ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മാർക്കറ്റ് ചെറിയ റീട്രേസ്മെൻറ്റ് കൊടുക്കും, പക്ഷേ അത് ഒരു സിമ്പിൾ റീട്രേസ്മെൻ്റ് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യുക, അല്ലാതെ അവിടെ നമ്മളൊരു ഷോർട്ട് ട്രേഡ് എടുക്കരുത്. ഇതിൻ്റെ ഒരു 2 മിനിറ്റ് ചാർട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ചാർട്ട് ഇത് 18ൻ്റെ ചാർട്ടാണ്. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഏരിയ, ഓക്കെ, നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 200, അതിൻ്റെ മുകളിൽ 20, അതിൻ്റെ മുകളിൽ പ്രൈസ്. അപ്പോൾ ഇവിടുന്ന് ഇതുപോലെ റീട്രേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാവും, അതൊക്കെ എടുക്കാം. കാരണം ഇതുപോലെയുള്ള ട്രേഡ്സിൽ ഓരോ പോയിന്റിലും ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട്. നമുക്ക് എവിടുന്ന് നമുക്ക് ട്രേഡ് എടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ആദ്യം ട്രെൻഡിനെ ഫോളോ ചെയ്ത് ട്രേഡ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും നിങ്ങളുടെ സ്വന്തം പ്ലാൻസ്. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ഒരു ബിഗിനറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതുവരെ പ്രോഫിറ്റബിൾ ആവാത്ത ഒരാളെ സംബന്ധിച്ച് നിങ്ങളുടെ ബാഡ് ട്രേഡ്സ് ഒഴിവാക്കാനുള്ള ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് സ്ലോപ്പിംഗ് അപ്പാണ്. സോ നോ ഷോർട്ട് ട്രേഡ്സ്. ഈ ഷോർട്ട് ട്രേഡ് നിങ്ങൾ എടുക്കണ്ട. കാരണം ലോങ്ങിൽ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടാവും. ഇതിപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഈ ക്യാൻഡലിന് മുകളിൽ നിങ്ങൾ ട്രേഡ് എടുത്തോളൂ എന്നല്ല. ഇവിടെ നിങ്ങൾ ട്രേഡ് എടുക്കാതിരിക്കൂ എന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ഒരു ഷോർട്ട് ട്രേഡ് നിങ്ങൾ എടുക്കാതിരിക്കൂ എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് വേറൊരു സ്റ്റോക്കും കൂടി ചെയ്ത് നോക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസ് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുന്നത് 5 മിനിറ്റിലാണ്. ഏത് ടൈം ഫ്രെയിമിലായിക്കോട്ടെ, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ടൈം ഫ്രെയിം. ഇത് ഞാൻ ഇന്ന് സ്പെഷ്യലി ഇതെടുക്കാൻ കാരണമുണ്ട്. കാരണം നമുക്ക് പല സമയത്തും പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഇവിടുന്ന് നല്ലൊരു മൂവ് നമ്മൾ കണ്ടു, റൈറ്റ്? അപ്പോൾ ഇത് നല്ലൊരു സ്ട്രോങ് കണ്ടിന്യൂസ് മൂവാണ്. പല ആൾക്കാർക്കും ഈ മൂവ് കാണുമ്പോൾ ഈ മൂവ് എടുക്കാതിരുന്നവരെ സംബന്ധിച്ച്, ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ഒരു സ്ലോപ്പിംഗ് അപ്പിൽ നിങ്ങൾ ഷോർട്ട് ട്രേഡ് എടുക്കരുത്, ലോങ് ട്രേഡ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു, റൈറ്റ്? അതിനുശേഷം നിങ്ങളിപ്പോൾ ഇതുപോലെയുള്ളൊരു മൂവ്മെൻറ്റ് കാണുമ്പോൾ ഭയങ്കര ഫീലിംഗ് ഓഫ് ഒരു മിസ്സിങ് ഔട്ടായിരിക്കും. നിങ്ങളത് മിസ് ചെയ്ത് പോയല്ലോ എന്നുള്ളൊരിതായിരിക്കും. ആ ഒരു മെൻറ്റാലിറ്റി ആസ് എ ട്രേഡർ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇറ്റ്സ് ഗോൺ. ഭയങ്കര ഡിഫിക്കൽട്ടാണ് പിന്നെ ട്രേഡ് ചെയ്യുക എന്നുള്ളത്. ജസ്റ്റ് നോക്കിയത് BSE ചാർട്ടാണ്, NSE ചാർട്ടല്ല, എവിടെയാണെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഇത് രണ്ടും ഇങ്ങനെ മുകളിലേക്കാണെങ്കിൽ നിങ്ങൾ ഷോർട്ട് ട്രേഡ് ഒഴിവാക്കുക. ഇവിടെ ലോങ് എടുക്കണമെന്ന് ഞാൻ പറയില്ല. ലോങ് എടുക്കുന്നത് നിങ്ങളുടെ സെറ്റപ്പിനനുസരിച്ചായിരിക്കണം. ബട്ട് ഷോർട്ട് ട്രേഡ് ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ട്രൈ ചെയ്യുക, എന്നിട്ട് എന്നോട് പറയുക, ഓക്കെ? ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കുന്നത് ഒരു ഷോർട്ട് ട്രേഡ് എങ്ങനെ എടുക്കാമെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഏരിയ ക്ലിയർ ആണ്, 200 മുകളിലാണ്, 20 താഴെയാണ്, സ്ലോപ്പിംഗ് ഡൗൺ ആണ്. ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങളുടെ ട്രേഡ്സ്, നിങ്ങളുടെ സെറ്റപ്പ് എന്തും ആയിക്കോട്ടെ, അതിൽ വരുന്ന ഷോർട്ട് ട്രേഡ്സ് മാത്രം എടുക്കുക. തിരിച്ചാണെങ്കിൽ നിങ്ങളുടെ ലോങ് ട്രേഡ്സ് എടുക്കുക. ഇങ്ങനെയുള്ളൊരു സംഭവം ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ഒരു ദൗത്യമായിട്ട് ഞാൻ പല സമയത്തും വിചാരിച്ചിട്ടുള്ളത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് നിങ്ങളുടെ മാത്രം മുകളിലാണ്. നിങ്ങൾ എത്ര പ്രാക്ടീസ് ചെയ്യുന്നു. മടി പിടിച്ച് ചെയ്യാൻ പറ്റാതെ ജസ്റ്റ് ഒരു സ്ട്രാറ്റജി, ഒരു കോഴ്സ് എടുത്തിട്ട് നാളെ മുതൽ ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റും കൂടി മനസ്സിലാക്കുക. സിമ്പിളാണ്, ബട്ട് റിപ്പീറ്റഡ്ലി ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത്. അതിൻ്റെ കൂടെ ഇനി നമ്മളുടെ മെയിനായിട്ടുള്ള അനൗൺസ്മെൻ്റ് ആണ്. നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ക്യാൻഡിൽ മൈൻസ് എന്ന് പറയുന്ന ചെറിയൊരു ഇനീഷ്യേഷനാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ആൻഡ്രോയിഡ് ആപ്പ് നമ്മളിന്ന് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ, ഒരൊറ്റ പ്ലേസിൽ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ട്രേഡേഴ്സ് ഹെഡ് സ്റ്റാർട്ട് കോഴ്സ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ട്രേഡിംഗ് ജേണൽ, നിങ്ങൾക്കറിയാം ഒരുപാട് ആൾക്കാർ ട്രേഡിംഗ് ജേണൽ നമ്മൾ കൊടുത്ത ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാതെ പിന്നെ വീണ്ടും എനിക്ക് മെയിൽ അയക്കും, പിന്നെ അത് അയച്ചു കൊടുക്കും. അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് നിങ്ങൾക്ക് ഏത് ടൈമിലും നിങ്ങൾക്ക് ഈ ജേണൽ അപ്ഡേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ജേണലിനൊരു ചെറുതായിട്ട് അപ്ഡേറ്റ് ചെയ്ത വേർഷൻ കൂടി വരും ദിവസങ്ങളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അത് ഞാൻ ടെലിഗ്രാം ചാനലിലും കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
പക്ഷേ പുതിയ ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ജേണൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ നിന്ന് ജേണൽ യൂസ് ചെയ്യാൻ തുടങ്ങുക. ഈ സെയിം എക്സൽ ജേണൽ അത് ഗൂഗിൾ ഷീറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് രണ്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി യൂസ് ചെയ്യാം. പക്ഷേ ഏതെങ്കിലും ഒന്നിൽ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ അത് എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ല, അത് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് അത് ഡെയിലി നിങ്ങൾ റീഡ് ചെയ്ത് നിങ്ങളുടെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് അതിൽ കാര്യം ഇരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഗൈസ്. അതുപോലെ നിങ്ങളിൽ ഈ ട്രേഡ്സ് ഹെഡ്ഷോട്ട് ഓൾറെഡി എടുത്ത ആൾക്കാരാണെങ്കിൽ ഈ കമ്മിങ് ഡേയ്സിൽ നിങ്ങൾക്ക് ഈ ആപ്പിനുള്ളിൽ തന്നെ ഈ കോഴ്സ് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാനുള്ള എല്ലാ സിസ്റ്റവും വരുന്നതാണ്. സോ ആ കാര്യങ്ങളൊക്കെ ഞാൻ ടെലഗ്രാം ചാനലിലായിരിക്കും കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്യുക. സോ അവിടെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യുക. അതുകൂടാതെ ഈ ആപ്പിൽ വേറെയും കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മിങ് ഡേയ്സിൽ വരുന്നുണ്ട്. അത് ഞാൻ വഴിയേ അറിയിക്കാം. നിങ്ങൾക്ക് നല്ലോണം ബെനിഫിറ്റ് ആകാൻ പോകുന്ന ചില കാര്യങ്ങളാണ്. സോ സ്റ്റേ ട്യൂൺഡ്. അതുപോലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. iOS ആപ്പ് വെരി സൂൺ ലോഞ്ച് ചെയ്യും. അതിപ്പോൾ ഒരു മാക്സിമം ഒരു വീക്ക് സമയം എനിക്ക് വേണം. അതിനുള്ളിൽ iOS ആപ്പും ലോഞ്ച് ചെയ്യുന്നതാണ് കേസ്. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിലും ചില അപ്ഡേറ്റ്സും ചില ഡെയിലി അപ്ഡേറ്റ് ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും വരുന്ന ദിവസങ്ങളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ഇത്രയും നാളും യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാനും ഇനി അങ്ങോട്ട് ചെയ്യാനും എന്നെ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാ സമയത്തും ഉണ്ടാകണം. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള റിവ്യൂസ് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പിൻ്റെ ഉള്ളിൽ ടെസ്റ്റിമോണിയൽസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി ഉണ്ട്. അവിടെ നിങ്ങൾ നിങ്ങളുടെ റിവ്യൂസും കോഴ്സിനെ കുറിച്ചുള്ള റിവ്യൂസ് ആയാലും അല്ലാതെ ബാക്കിയുള്ള നോർമൽ വീഡിയോസിനെ കുറിച്ചുള്ള റിവ്യൂസ് ആയാലും ഒക്കെ തരിക. അതെനിക്ക് വീണ്ടും ഒരു മോട്ടിവേഷനാണ്. സോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ലേണിംഗ്. ബൈ.